ഒരു കാര്യം നമ്മളെ വലിച്ചിഴയ്ക്കുന്നു എന്ന് തോന്നിയിട്ടുണ്ടോ? ഒരു ചിന്തയാകാം, ഒരു വ്യക്തിയാകാം, ഒരു ആഗ്രഹമാകാം, ഒരു പിടിവാശിയാകാം. നമ്മൾക്കറിയാം ഇത് നല്ലതല്ല എന്ന്, പക്ഷേ വിട്ടുകളയാൻ പറ്റുന്നില്ല. അപ്പോൾ ഉള്ളിലൊരു ചോദ്യം വീണ്ടും വീണ്ടും വരും. ഇത് സ്നേഹമാണോ അല്ലെങ്കിൽ ബന്ധനമാണോ? ഇന്നത്തെ നാമം രാഗസ്വരൂപ പാഷാഢ്യ. രാഗം അട്രാക്ഷൻ, അറ്റാച്ച്മെൻറ്റ് എന്നാണ് അർത്ഥം. സ്വരൂപം സ്വഭാവം തന്നെ. പാശം കയർ, ബന്ധനം. ആഢ്യ ധരിച്ചവൾ, അലങ്കരിച്ചവൾ. ആകർഷണം തന്നെയായ പാശം കയ്യിലേന്തിയ ദേവി. ദേവി ഇവിടെ പറയുന്നത് അറ്റാച്ച്മെൻ്റ് ഒരു ചെറിയ ഫീലിംഗ് അല്ല. അത് നമ്മളെ പിടിക്കുന്ന ഒരു കയറ് പോലെ ആകാം. അതുകൊണ്ടാണ് ഈ നാമം ഇത്ര ശക്തം. ഒരു സൈക്കോളജി ആംഗിളിൽ നിന്ന് നോക്കിയാൽ രാഗം എന്നത് വെറും ഇഷ്ടം മാത്രമല്ല. ഇത് ബ്രെയിനിൻ്റെ ഒരു റിവാർഡ് സിസ്റ്റമാണ്. നമ്മുടെ ബ്രെയിൻ ചില കാര്യങ്ങളെ കണ്ടാൽ പറയുന്നത് ഇത് നല്ലതാണ്, ഇതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ബ്രെയിൻ അതിലേക്ക് വീണ്ടും വീണ്ടും പോകും. ഇതാണ് അട്രാക്ഷൻ. പക്ഷേ പ്രശ്നം എപ്പോൾ തുടങ്ങണോ? ആ ആകർഷണം നമ്മളെ പിടിച്ചു നിർത്തുമ്പോൾ, വിട്ടുകളയാൻ കഴിയാതെ വരുമ്പോൾ, അപ്പോൾ ആ അട്രാക്ഷൻ അറ്റാച്ച്മെൻ്റായി മാറുന്നു. ബ്രെയിൻ വീണ്ടും വീണ്ടും ആവശ്യപ്പെടും, ഇത് വേണം, ഇതില്ലാതെ പറ്റില്ല, ഇതിലൂടെയാണ് സന്തോഷം. ഇതാണ് ലൂപ്പ്. അതുകൊണ്ടാണ് ദേവി ഈ നാമത്തിൽ രാഗത്തെ ഒരു പാശമായി കാണിക്കുന്നത്. ആകർഷണം സ്വാഭാവികമാണ്. പക്ഷേ അത് കയറായി വരുമ്പോൾ മനസ്സിൽ സ്വാതന്ത്ര്യമുണ്ടാവില്ല. ഇതെനിക്ക് വേണം, ഇത് പോയാൽ ഞാൻ ശൂന്യമാണ്, ഇതില്ലാതെ സന്തോഷമില്ല. പക്ഷേ അതാണ് പാശം. സ്നേഹത്തിൻ്റെ പേരിലല്ല, പിടിവാശിയുടെ പേരിലാണ് നമ്മൾ ബന്ധപ്പെടുന്നത്. രാഗം പാശമാകുമ്പോൾ മനസ്സ് ശാന്തമാകില്ല. അത് നമ്മളെ വലിച്ചിഴയ്ക്കും. നമ്മൾക്കറിയാം ഇത് സമാധാനം തരില്ലെന്ന്, എന്നിട്ടും വിട്ടുകളയാൻ കഴിയില്ല. ഇതാണ് ഈ നാമം പറയുന്ന ഇന്നർ ട്രൂത്ത്. ഈ നാമത്തിൽ ദേവിയെ പറയുന്നത് പാശമേന്തിയവൾ. പാശമെന്നത് കയറാണ്. പക്ഷേ ദേവി അത് ധരിക്കുന്നത് നമ്മളെ ശിക്ഷിക്കാനല്ല, നമ്മുടെ അറ്റാച്ച്മെൻറ്റിനെ നമ്മൾക്ക് കാണിക്കാനാണ്. ഭാസ്കരരായരുടെ വ്യാഖ്യാനത്തിൽ ഒരു സൂചനയുണ്ട്. ദേവിയുടെ പാശം ബന്ധനം സൃഷ്ടിക്കാൻ വേണ്ടിയല്ല, ബന്ധനം നിയന്ത്രിക്കാൻ വേണ്ടിയാണ് അത് പറയുന്നത്. അറ്റാച്ച്മെൻറ്റ് നമ്മളെ നിയന്ത്രിക്കേണ്ട, അത് ദേവിയുടെ കയ്യിലാണ്. ദേവി ഇവിടെ നമ്മളോട് പറയുന്നത് നിങ്ങളുടെ ആകർഷണം ഒരു കയറായി മാറുമ്പോൾ നിങ്ങൾ അതിനെ തിരിച്ചറിയണം. അവെയർനെസ് വരുമ്പോഴാണ് ബന്ധനം ലൂസാകുന്നത്. ഇതാണ് ഈ നാമത്തിൻ്റെ ദേവീഭാവം. അറ്റാച്ച്മെൻറ്റ് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് എന്തുകൊണ്ടാണ്? കാരണം അത് ഓട്ടോമാറ്റിക്കാണ്. ബ്രെയിൻ ചിന്തിക്കാതെ തന്നെ അതിലേക്ക് ഓടും. അപ്പോൾ സൈക്കോളജി പറയുന്ന ഒരു സിമ്പിൾ ടൂളുണ്ട്, ഫീലിങ്ങിന് പേര് കൊടുക്കുക. ഇന്ന് നിങ്ങൾക്ക് ക്രേവിങ് വരുമ്പോൾ
ഒരു 1 മിനിറ്റ് പോസ്. ഉള്ളിൽ പറയൂ, ഇത് രാഗമാണ്. പിന്നെ നാമം, രാഗസ്വരൂപ പാഷാഢ്യ. ഇത് മനസ്സിനെ ഉണർത്തും, ലൂപ്പിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. അറ്റാച്ച്മെൻറ്റ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കേണ്ട. ആദ്യം അത് കാണണം. കാണുമ്പോഴാണ് ആ കയറ് ലൂസാകുന്നത്. അവെയർനെസ് തന്നെയാണ് ഇവിടെ വലിയൊരു പാഠം ഉണ്ട്. സ്നേഹം നമ്മളെ വിശാലമാക്കും, അറ്റാച്ച്മെൻറ്റ് നമ്മളെ ചുരുക്കും. സ്നേഹത്തിൽ സ്വാതന്ത്ര്യമുണ്ട്, ബന്ധനത്തിൽ ഭയമുണ്ട്. ദേവി ഈ നാമത്തിലൂടെ പറയുന്നത്, നിങ്ങൾക്ക് സ്നേഹിക്കാം, പക്ഷേ നഷ്ടപ്പെടാതെ. നിങ്ങൾക്ക് ആഗ്രഹിക്കാം, പക്ഷേ അടിമയാകാതെ. ഇതാണ് ഇന്നർ മെച്യൂരിറ്റി. രാഗം സ്വാഭാവികമാണ്, പക്ഷേ അത് പാശമായി മാറുമ്പോൾ നമ്മൾക്ക് ദേവിയുടെ ഓർമ്മ വരണം. അതുതന്നെയാണ് ലിബറേഷൻ. ഒരു ചെറിയ പ്രാക്ടീസ്. ദിവസത്തിലൊരിക്കൽ പിടിവാശി തോന്നുന്ന ഒരു നിമിഷം വരുമ്പോൾ 1 മിനിറ്റ് പോസ്. പതുക്കെ മനസ്സിൽ പറയൂ, രാഗസ്വരൂപ പാഷാഢ്യ. പിന്നെ ഒരു ചോദ്യം ചോദിക്കൂ, ഇത് സ്നേഹമാണോ ബന്ധനമാണോ? അത്രമാത്രം. അറ്റാച്ച്മെൻറ്റ് ഓട്ടോമാറ്റിക് ആകാതെ അവെയർ ആകും. ഇതാണ് ഇന്നത്തെ സാധന.